അങ്ങനെ നന്ദിലത്തിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു ഫ്രിഡ്ജ് എടുക്കണം, ഒരു വാഷിംഗ് മെഷീൻ നോക്കണം, അത്യാവശ്യം കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ് എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഹോം അപ്ലയൻസസ് എടുക്കണം. അപ്പോൾ നോക്കിയിട്ട് പെട്ടെന്ന് ഓക്കെ. അപ്പോൾ അങ്ങനെ നന്ദിലത്തിലെത്തി. നന്ദിലത്തിൽ കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ട്. ഫ്രിഡ്ജ് നോക്കണം, വാഷിംഗ് മെഷീൻ നോക്കണം, കുറച്ച് എന്താണ് ഹോം അപ്ലയൻസസ് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്, ക്രോക്കറി ഐറ്റംസ് നോക്കണം. അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കണം. അപ്പോൾ പോയിട്ടും വരാം. പോയി അവിടുത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കി കയ്യിൽ നിന്ന് പോയി. AC എടുത്തിരുന്നു, പിന്നെ ഇൻഡക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം എന്തെങ്കിലും സാധനം വരുമ്പോഴത്തേക്കും വിളിച്ച് പറയും. വിളിച്ച് വരുമ്പോൾ അവരിവിടെ നിന്ന് GPay ചെയ്ത് കൊടുക്കും. സാധനങ്ങൾ വീട്ടിലോട്ട് വരും. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ മോഡൽ നമ്പർ അയച്ചു തരും. നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ മതി. വിളിച്ച് പറയുമല്ലോ വേണ്ട, അവർ സാധനം വീട്ടിൽ എത്തിച്ചു തരും. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി വരാം. ഓപ്പണിങ് മാത്രമേ ഇതിനകത്തെന്ന് പറയുമ്പോൾ വൈഫൈ ത്രൂ കൺവേർട്ട് ചെയ്യാം. ഫീസിലേക്ക് മാറ്റാമല്ലോ. ഫീസിലേക്ക് മാറ്റാൻ സ്റ്റോർ ചെയ്യാം. എവിടെയെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോൾ ഗുഡ് മോഡലാണ്. പിന്നെ ഡിസ്പെൻസർ അതിനടുത്ത് വരണം. അത് പഴയ മോഡലാണ്. ഡിസ്പെൻസർ വന്നിട്ട് 15 വർഷങ്ങളായി. അന്നെന്ന് പറഞ്ഞാൽ പ്ലംബിംഗ് ടൈപ്പാണ്. പ്ലംബിംഗ് അല്ല, ഇതിനകത്തൊരു 4 ലിറ്റർ വെള്ളം കമ്പയർഷൻ ഇല്ലേന്നുള്ളൂ. ഒരു 6 മണിക്ക് ശേഷം ഫ്രിഡ്ജ് ഉള്ളാണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് സ്റ്റഡി ചെയ്യും. ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പ്രത്യേകിച്ചും കൂടെ വരെ നല്ലതാണ്. വീട്ടിൽ ഒന്നും എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രം മാറ്റാം. ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു. അത് വാങ്ങിക്കാം. 4 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് മെയിൻറ്റെയിൻ ചെയ്യും. പഴയ റേറ്റ് പഴയ ഓണം റേറ്റ് യൂസ് അനുസരിച്ച് വർക്ക് ചെയ്യും. അത് ലോഡ് അനുസരിച്ച് യൂസിങ് അനുസരിച്ച് ചെയ്യും. വേരിയബിൾ ആക്കി കൊണ്ടുവരാം. എനിക്ക് ഡെയിലി യൂസ് ഇല്ല. എനിക്ക് ആഴ്ചയിലൊക്കെ ഉണ്ടാവുള്ളൂ. സൈസ് 6 മന്ത് പറ്റില്ലല്ലോ. ആഴ്ചയിൽ വെച്ചാണ് എണ്ണ കുറവില്ല. മാക്സിമം എന്ത് ഡ്രസ്സുകളൊന്നും വാഷിംഗ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഹാൻഡ് വാഷ് ആയിട്ടുള്ളത്. അപ്പം കൂടുതൽ ബെഡ്ഷീറ്റ് വൈറ്റ് കളർ കിട്ടുകയാണെങ്കിൽ കാരണം പ്രിന്റ് നമ്മൾ സെലക്ട് ചെയ്തോണ്ട് ഇതിന്റെ ഒരു ഇതൊന്ന് പറയാമോ? മോട്ടർ സ്റ്റീം വരുന്നുണ്ട്. ടെമ്പറേച്ചർ വാഷ് ചെയ്യുന്നത് 20 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ നമ്മൾ ഓറഞ്ച് തന്നെ ഫ്രീ ആണ്. 2 ഡേയ്സ് മോട്ടർ ഓറഞ്ച്. ഇത് നേരത്തെ 4 ഇയേഴ്സ് വാറണ്ടി, 10 ഇയേഴ്സ് വാറണ്ടി. 12 വർഷം 3 വർഷം ഫുൾ വാറണ്ടി ഉണ്ട്. പ്രൈസ് വരുന്ന കൊടുത്തില്ല. റൈസാണ് 8 കിലോ. ഡ്രൈവിനും കൂടുതലാണ്. നമുക്ക് 4 വാറണ്ടി. ഇവിടെ 80-85% ഡ്രൈവിംഗ്. സ്റ്റീം വരെ ഇത് വൈഫൈ വൈഫൈ വേണം.
ആവില്ല. ഇതല്ലെങ്കിൽ പിന്നെ വേറെ ഏതാണത് ഓൺലൈൻ ബെറ്റർ ഏതായാലും ആ ഇതിൻ്റെ മുകളിലാണ് ഈ ഗോഡൗണിൽ കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ. ഇത് എല്ലാം ഫിലിപ്സ് തന്നെയാണോ? ഇത് ഫിലിപ്സിൻ്റെ 6.1. അതായത് ഫിലിപ്സിൻ്റെ പുതിയ മോഡൽസാണ് ഈ ഇരിക്കുന്ന 2 വേരിയൻസ്. ഇത് 6.2 ലിറ്റർ ടബുള്ള ടൈപ്പ്. ഇത് നമുക്ക് ഡയറക്റ്റ് ഫ്രൈ. രണ്ടും സബ് ടൈപ്പ് ആണ് ഇപ്പോൾ വരുന്നത്. മുമ്പ് വരുന്നത് നമുക്ക് ബാസ്ക്കറ്റ് ടൈപ്പ് ഉണ്ട്. ബാസ്ക്കറ്റ് ടൈപ്പ് വരുമ്പോൾ മാറ്റം എന്ന് വെച്ചാൽ ഇത് ഫ്രൈയിങ്ങിന് മാത്രമേ പറ്റുള്ളൂ. ഇതിലാകുമ്പോൾ നമുക്ക് ഗ്രില്ലിംഗ് പ്ലസ് നമുക്ക് ബേക്കിംഗ് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. പോരാത്തതിന് അലുമിനിയം ഫോയിൽ നമ്മൾ ഇതിലധികം യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഡയറക്റ്റ് അങ്ങ് വെച്ചിട്ട് ചെയ്യും. വാഷബിളായിട്ട് വരുന്ന മെറ്റീരിയലാണ് ഈ കൈൻഡ്. ഇതിൽ വരുമ്പോൾ ഡിജിറ്റൽ കൺട്രോളാണ്. അതായത് ഓട്ടോ കുക്ക് മെനു കാർഡ് ഇതിൻ്റെ മുകളിലുണ്ട്. ഇത് ഡിജിറ്റലൈസ്ഡ് ഓപ്ഷൻ തന്നെ. ഇത് ഇനീഷ്യൽ ലോഞ്ച് ചെയ്ത ടൈപ്പാണ്. ഇതിന് ടബാണ്. ഇതിൽ അലുമിനിയം ഫോയിൽ നമ്മൾ വെച്ച് പഴയ മോഡൽ. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് ഈ കൈൻഡ് വരുന്നത്. മാറ്റ് ഫിനിഷ്. ഇത് ഡിജിറ്റൽ കൺട്രോളാണ്. ഇതിൽ ഓരോ മോഡ് അമർത്തുമ്പോൾ നമുക്ക് അതിൻ്റേതായ ടൈമും ടെമ്പറേച്ചറും സെറ്റ് ആവും. 100 ഗ്രാമിൻ്റെ. പിന്നെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് വരുന്നത് ബട്ടർഫ്ലൈയുടെ. ഇത് ലോങ് പാക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ഇത്. ഈ മോഡലിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ഇത്. ഈ മോഡലിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ഈ താഴെ. ഞാനത് ആ സമയത്ത് കാണുന്ന ഇത് മാത്രമേ ഉണ്ടായിരുന്നു. ഒന്നാമത്, രണ്ടാമത്തത് എൻ്റെത് ഇത് ഗ്രേ കളറുമാണ്. അപ്പോൾ അത് കാരണമാണ് ഞാനന്ന് അത് എന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ ഇത് വരുമ്പോൾ മാമിന് ഡിസ്കൗണ്ട് അല്ല, എന്നാലും നിങ്ങൾ നമ്മൾ സെൽ ഔട്ട് ചെയ്യുന്ന പ്രൈസ് 8,900 ആണ്. ഇത് പഴയ എഡീഷനാണ്. അത് ഇതായിരിക്കും ഇത്രയും കൂടി വെച്ചാൽ ആ ഒരു പ്രൈസ് വെച്ചുള്ളത് അതാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് മാമിന് അത് യൂസ് ചെയ്യാമല്ലോ. അവിടെയാണ് അതിൻ്റെ മാറ്റം. ഇതിൻ്റെ തന്നെ നമ്മൾ മുകളിൽ ഇവിടെ ഇത് കാണുന്ന ടൈപ്പുണ്ടോ? ഇല്ല. മനസ്സിലായി. ഫിലിപ്സിനല്ല വരുന്നത്. അത് ഹാവൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക്. ഹാവൽസിലായിരുന്നല്ലേ? ഹാവൽസിലാണ് മുകളിൽ മാഡത്തിന് കൺസോൾ വരുന്നത്. അതിൽ കൂടെ കാണാൻ പറ്റും. ഈ പോയിന്റ് ഓപ്ഷൻ. അത് പ്രോലൈഫ് മാഗ്ന, പ്രോലൈഫ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ സീരീസ്. അവരുടെ ഈ വർഷം വരാൻ പോകുന്നത് അവരുടെ പുതിയ എഡീഷൻസ്. അത് നമ്മുടെ റെഗുലർ എഡീഷൻസിൻ്റെ പുതിയ ലേറ്റസ്റ്റ് വേർഷൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെയും ടഫ് ടൈപ്പ് വന്നിട്ടുണ്ട്. പ്രോലൈഫ് ക്രിസ്റ്റൽ നിയോ എന്നൊക്കെ പറഞ്ഞ സീരീസ് ഓൾറെഡി മാർക്കറ്റിൽ വന്നു. 1700 സാധാരണ ഒരു എയർ ആയിട്ടും യൂസ് ചെയ്യാം. പ്ലസ് മാമിന് ഒരു മിനി ഓവനായിട്ട് യൂസ് ചെയ്യാം. ഒരു മിൽക്ക് സ്പോഞ്ച് കേക്ക്സോ അതേപോലെ തന്നെ നമുക്ക് എന്താ ഇതിലേക്ക് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. അത് 16 ലിറ്റേഴ്സാണ്. 6 ലിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1 കിലോ വരെ മാം പ്രസ് ചെയ്തെടുത്തു. നേരെ മറിച്ച് ഇതിലെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡ്രാഗ് ഔട്ട് ഓപ്ഷൻ. ഇതിലൊക്കെ 400 ടൈപ്പ് വരുന്ന LGയുടെ 28 ലിറ്റേഴ്സ് സ്കാൻ ആൻഡ് കുക്ക് മെനു കാർഡ് വരുന്നത്. 251 ഓട്ടോ കുക്ക് മെനു കാർഡോടുകൂടി വരുന്ന വേരിയൻറ്റ്. ചൂടാക്കാനും ഗ്രില്ല് ചെയ്യാനും ബേക്ക് ചെയ്യാനും കൂടി വരുന്ന വേരിയൻ്റാണ് ഈ കൈൻഡ് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് 28 ലിറ്റേഴ്സ് ഓൾമോസ്റ്റ് 1 കിലോയും അതേപോലെ തന്നെ ഒരു 200 ഗ്രാം വരെ നമുക്ക് ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാം. LGയുടെ സാധാരണ ഓവൻസിൽ നിന്ന് വ്യത്യാസം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൈക്രോവേവ്സിലല്ല, ഹൈ വേവ്സിലാണ് അല്ലെങ്കിൽ ലൈറ്റ് വേവ്സിലാണ് ഇത് ഫംഗ്ഷൻ ആവുന്നത്. ചൂടാക്കാനും ഗ്രില്ല് ചെയ്യാനും ബേക്ക് ചെയ്യാനും വരുന്നു. റെഗുലർ ആക്സറീസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഗ്രിൽ പാൻ സപ്പോർട്ട്, അതേപോലെ തന്നെ റൗണ്ട് ടേബിൾ സപ്പോർട്ട്. ഇത് രണ്ടോണം അവൻസിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അത് ഇതിൻ്റെ കൂടെയും വരുന്നുണ്ട്. ഇത് IFB ആണ് തൊട്ടപ്പുറത്ത്. ഇത് അതല്ലാതെ ഇത് LGയുടെ ലേറ്റസ്റ്റ് സീരീസ് 20, 28 പിന്നെ ലേറ്റസ്റ്റ് ഇതുമാണ് IFBയുടെ ഇത് LG 2846 SL എന്ന് പറഞ്ഞ സീരീസാണ് ഇത്. അവരുടെ ഏറ്റവും പുതിയ വേരിയൻ്റ് ആണ് മാം തൊട്ടടുത്ത് തന്നെ കാണുന്ന ആ വൈറ്റ് ഡിസ്പ്ലേ ആണ്, ബിഗ് വിൻഡോ ഡിസ്പ്ലേ. ഇത് വരുമ്പോൾ മാമിന് 22,990 MRP. നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് 16,990. അതിന് 16,990. അതിന് പിന്നെ ഫർദർ ഡിസ്കൗണ്ട് ഉണ്ട്. ലേറ്റസ്റ്റ് മോഡൽ അതായത് ലേറ്റസ്റ്റ് റെഗുലർ മോഡൽ. മാം ഇത്ര അഡ്വാൻസ് വൈഫൈ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചാർക്കോൾ വൈഫൈ പ്ലസ് ചാർക്കോൾ റെസിപ്പി ഓപ്ഷൻ. ചാർക്കോൾ വേണം. ചാർക്കോൾ റെസിപ്പി ഇരിക്കുന്ന മോഡൽ. മുൻപ് വേറെ ഞാൻ നോക്കിയിട്ട് ഞാൻ അന്ന് ഇവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ വരയുള്ള ഒരു ബ്ലാക്ക് കളറും ബ്ലാക്കും മറ്റേ ഇതേപോലെ ഈ ഒരു ബേബി ആയിട്ട് ബേബി ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് കഴിക്കണം. ചാർക്കോൾ അതെടുത്ത് തരാം. അല്ല, ചാർക്കോൾ ഓവൻ അത് എടുത്ത് തരാം, കുഴപ്പമില്ല. നമ്മുടെ വേറെ സ്റ്റോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അത് മിനിമലിസ്റ്റിക് ആയിട്ട് വരുന്ന ഇൻട്രൊഡക്ഷൻ. കുറച്ചുകൂടി ഒന്ന്
എന്താ റേറ്റ്? ഇത് വരുമ്പോൾ 27,400 ആണ്. ഇത് പക്ഷേ വൈഫൈയിൽ സ്കാൻ ആൻഡ് കുക്ക് മെനു കാർഡോടുകൂടി വരുന്നു. അതിൻ്റെ ബ്ലാക്ക് എഡീഷൻ, ഇത് അതിൻ്റെ തന്നെ ലൈറ്റ് ബേബി ബേജ് എഡീഷനിൽ വരുന്നത്. LGയുടെ തന്നെ ലൈറ്റ് ബേസ് തന്നെ. ഇത് 28 ലിറ്റർ. ഇതാകുമ്പോൾ സ്കാൻ ആൻഡ് കുക്ക് മെനു കാർഡിൽ വരുന്ന മെഷീനാണ്. അതായത് മാമിന് AI ടെക്നോളജി വഴി, അതല്ലെങ്കിൽ മാഡത്തിൻ്റെ ഫോൺ വഴി മാഡത്തിന് ഇതിൽ പാസിംഗ് ഔട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ കുക്കിംഗ് റെസിപ്പീസ് ഒരു നഗറ്റ്സോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇതിലാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ മെനു കാർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പാക്കറ്റിൻ്റെ മോഡൽ. ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ബ്ലാക്ക് കളർ. ഇതിന്റെ കളർ ചേഞ്ച് ആണോ? എക്സാക്ട് സെയിം. റേറ്റ് വ്യത്യാസമുണ്ടല്ലേ? വൈഫൈ ഉള്ളതുകൊണ്ട് റേറ്റ് വ്യത്യാസം വരുമോ? അല്ല, ഇത് ജസ്റ്റ് മിനിയേച്ചർ കൺസെപ്റ്റ് നമ്മൾ വെച്ചാണ്. ഇതെടുത്ത് മാറും, ഇതൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ പ്ലെയിൻ ബ്ലാക്ക് ആണ്. ഈ സ്റ്റിക്കർ വർക്ക് ഒന്നും ഉണ്ടാവില്ല. എക്സാക്ട് പ്ലെയിൻ മെഷീൻ ആയിരിക്കും. ഫ്ലാറ്റ് ആണെങ്കിൽ ഫിൽട്രേഷൻ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നത്. ലൈക്ക് ദിസ് ടൈം ഇത് അണ്ടർ സിങ്ക് ഓപ്ഷൻ ആണോ മാഡത്തിന് വേണ്ടത്, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് ഡിസൈൻസ് ആയിട്ടുള്ളതാണോ? പിടിപ്പിക്കാനായിട്ട് അത് ഇപ്പോഴത്തെ ഇൻസ്റ്റന്റ് മെഷീനാണ്. ജസ്റ്റ് ബേസിക് ഫിൽട്രേഷൻ മാത്രമേ ഉള്ളൂ. അത് തന്നെ മാഡത്തിന് RO ഫിൽട്രേഷൻ വരുന്നുണ്ടെങ്കിൽ ലൈക്ക് ദിസ് ടൈം ഇതേപോലെ തന്നെ ഗ്ലാസ് ഫിനിഷിൽ വരുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിൽ വരുന്ന മെഷീൻ. ഗ്ലാസ് ലൈൻ സ്റ്റോറേജ് ബാക്കിയെല്ലാം ആ ലാസ്റ്റ് വരെയുള്ള എല്ലാം എന്താ മാഡം? ആ, ഇത് വരുമ്പോൾ ജസ്റ്റ് മാഡം ഒന്ന് പ്രസ് ചെയ്തത് വോൾ മൗണ്ടിങ് മാത്രമായിട്ട് വരുന്ന മെഷീൻ. ഗ്ലാസ് ലൈൻ സീരീസിൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ SS ടാങ്കിലാണ് ഇത് ഫോം ചെയ്യുന്നത്. റെഗുലർ നമുക്ക് സാധാരണ 7 സ്റ്റേജ് ഓഫ് ഫിൽട്രേഷൻ ആണ് നമ്മുടെ സ്ലിം ഗ്ലാസ് അക്വാഗാർഡിന് മാത്രമാണ് ഈ ഒരു ഡിവിഷൻ വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്ന വെള്ളത്തിന് അതിന്റെ TDS ലെവൽ എത്ര പ്യൂരിറ്റി ലെവലാണ് ഇത് വരുന്നത് എന്ന് ഇൻസ്റ്റൻ്റായിട്ട് അറിയാൻ പറ്റും. ഇത് നമുക്ക് വോൾ മൗണ്ടിങ് മാത്രമായിട്ട് വരുന്ന മെഷീനാണ്. ഇതിൽ വരുന്നു. ഇതിന് RO UV മിനറൽ ബൂസ്റ്റിംഗ് അടക്കം ചേർന്ന് വരുന്ന പ്രക്രിയയാണ് ഇതിൽ വരുന്നത്. 3.6 ലിറ്ററാണ് വരുന്നത്. 7 സ്റ്റേജ് ഓഫ് ഫിൽട്രേഷൻ 6 ലിറ്റർ. അതിൽ തന്നെ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 6,000 ലിറ്റർ കൂടുമ്പോഴാണ് കാറ്റഗറി റീപ്ലേസ്മെൻറ്റ് വരുന്നത്. അതിന് നമ്മളിപ്പോൾ ജെനുവിൻ കാറ്റഗറി അല്ല എങ്കിൽ ഈ മെഷീൻ റണ്ണപ്പ് ആവില്ല. കസ്റ്റമർക്ക് സാധാരണ രീതിയിൽ റെഗുലർ കാറ്റഗറി ഒന്നും അവർ മാറ്റിയിട്ടെന്ന് പറഞ്ഞ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചൂർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇത് നമുക്ക് സാധാരണ കോർപ്പറേഷൻ ബോക്സുകൾ മാത്രം പറയുന്ന മെഷീനാണ്. ഇതിൽ വേസ്റ്റേജ് ഒന്നും തന്നെ ഉണ്ടാവും. ഡീറ്റെയിൽ ഫിൽട്രേഷൻ ഇല്ല. ഇതിലെന്ന് പറയുമ്പോൾ സെഗ്മെന്റേഷൻ കം ഡീറ്റെയിൽ ഫിൽട്രേഷൻ വരുന്ന വരുന്ന മോഡൽ. നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി എടുക്കും. ഇത് സെയിമാണ്. ബിക്കോസ് ഇതിൽ വെള്ളം പാസിംഗ് കൊണ്ട് നമുക്ക് അൾട്രാ വയലറ്റ് സ്റ്റോറിങ് മാത്രമേ ഉള്ളൂ. എന്ന് പറയുന്നത് നമ്മൾ ആ സ്റ്റോറിങ് മാത്രമല്ല ഇതെല്ലാം തന്നെ കുറവുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് അതായത് മാഡം ഇപ്പോൾ ഒരു വെള്ളം നമ്മൾ ഇലക്ട്രിക്കൽ വെള്ളമാണ് മാഡം റെഗുലറായിട്ട് ഒരു 1-2 ഓപ്ഷൻ ചെയ്യുന്നത്. സാധാരണ വെള്ളം യൂസ് ചെയ്യുന്നത് റെഗുലറായിട്ട് അതായത് നമ്മളൊരു 10 മണിക്കൂർ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ 10 മണിക്കൂറോളം നമ്മൾ AC നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വെള്ളാംശത്തിൽ കുറയുന്നു. ഓക്സിജൻ അളവ് കൂട്ടിക്കൊണ്ടിരിക്കും. ആദ്യം കണ്ടു 600 to 800 നമുക്ക് യൂസ് അവർ പറയുന്നത് എല്ലാ കമ്പനിയും റെക്കമെൻഡ് ചെയ്യും. നമ്മൾ നോർമൽ വെള്ളം എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ നേരിടും കുടിക്കും. ഡീഹൈഡ്രേഷൻ ലെവൽ കുറയ്ക്കാമെന്ന് മാത്രം. പക്ഷേ റെഗുലറായിട്ട് ആർക്കെങ്കിലും വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിലേക്ക് മാറുമ്പോൾ ഇല്ല നോർമൽ കണ്ടന്റാണ്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയും മുറുക്കുള്ള മെഷീൻ. പക്ഷേ ഇത് പുതിയ ടെക്നോളജിയിൽ വരുന്ന മെഷീനാണ്. RO UV LPDS എന്ന് പറയുന്ന പേര്. അത് തന്നെ വേണമെങ്കിൽ ചൂടുവെള്ളത്തിലേക്കൊക്കെ വേണമെങ്കിൽ, അതായത് ചൂടുവെള്ളം കൂടി ഹീറ്ററും കൂടിയുള്ള മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോകാം. കറണ്ടിന്റെ കൺസപ്ഷൻ കൂടും. മറ്റൊന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 10 ലിറ്റർ വെള്ളം എടുത്താൽ ഒരു 5 ലിറ്റർ നമുക്ക് വേസ്റ്റേജ് ആയിരിക്കും. ബാക്കി 5 ലിറ്ററാണ് ഇതിൽ സ്റ്റോറേജ് വേണം. വൺസ് ഈ മെഷീൻ ഫുൾ ടാങ്ക് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മെഷീൻ സ്ലീപ്പ് മോഡിലേക്ക് പോകും. പിന്നെ മാം എപ്പോഴാണോ വെള്ളം എടുത്ത് മാറുന്നത് അതനുസരിച്ച് മാത്രമാണ് വെള്ളം ഫുള്ളായിക്കോളൂ. കിണറ്റിലെ വെള്ളമാണെങ്കിൽ ഇതാണോ? ഇതാണ് കിണറ്റിലാണെങ്കിൽ ഫ്ലാറ്റ്
ഇല്ല മാഡം, ഇതാണ് കോംബോ ഉള്ള ഓപ്ഷൻ. ഇത് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യും. ഇത് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ സോളാർ സപ്പോർട്ടാണ് സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഇതല്ലേ? യൂസ് ചെയ്യുന്നത് പിന്നെ നോക്കാം, ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇത്രയും കുളിച്ചിട്ട് ഇതിലാകുമ്പോൾ ലിക്സ് റേറ്റിംഗ് കൂടുതലായിരുന്നു. അത് കട്ട് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഓഫായിരിക്കും. ഇതിൻ്റെ അതാണ് അതിൻ്റെ വ്യത്യാസം. ഭയങ്കര പിക്ചർ കാണിച്ചു തരാം. ഓക്കെ അടങ്ങി നമുക്കല്ലാതെ വലിപ്പം കിട്ടുന്നുണ്ട്. നമ്മൾ എടുത്തത് എത്ര ഓപ്ഷനാണ്? അത് ഇനി വൈറ്റ് എടുത്തു. ഞാനൊരു 5-6 വർഷത്തിൽ കൂടുതലായി നമ്മുടെ ഇടപ്പള്ളിയിലുള്ള നന്ദിലത്ത് ജിമാർട്ടുമായിട്ട് എൻ്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. AC എടുത്തിരുന്നു, ഇപ്പോൾ വാഷിംഗ് മെഷീൻ, TV, ബാക്കി സാധനങ്ങൾ എടുത്തിരുന്നു. എൻ്റെ വീട്ടിലെ കിച്ചണിൽ ക്രോക്കറി ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു, പാത്രങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഞാൻ വി ഗാർഡിൻ്റെ ഇൻഡക്ഷൻ. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വന്നതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ അവനെ വിളിച്ച് പറയില്ല. ബ്രോഷർ ഇട്ടേരും വിളിച്ച് പറയും, ഗൂഗിൾ പേ ചെയ്യും, സാധനം അവിടെ എത്തും, ഡെലിവറി എത്തും. കറക്റ്റ് ടൈമിന് കറക്റ്റ് ഇൻസ്റ്റാളേഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ കറക്റ്റാണ്. ഇപ്പം അത്യാവശ്യം കുറച്ചധികം സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബജാജിൻ്റെ EMI ഇട്ടിട്ടായിരുന്നു എടുക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളും എല്ലാ സപ്പോർട്ടും അവർ ചെയ്തു തരും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, അപ്പം ഞാൻ കൊളാബ് വർക്കോ അല്ലെങ്കിൽ ഇതിപ്പോൾ അവരുമായിട്ടുള്ള പരസ്യമൊന്നുമല്ല, എനിക്ക് കിട്ടിയ സർവീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുക. എല്ലാ രീതിയിലും നമുക്ക് ഹോം അപ്ലയൻസസ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് എന്തുകൊണ്ടും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും നന്ദിലത്ത്. വീണ്ടും പറയാൻ, സാധാരണ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ആരും പറയാൻ നിൽക്കരുത് ഇത് കൊളാബ് വർക്കുമല്ല. എനിക്ക് കിട്ടിയ റേറ്റുകൾ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ റേറ്റ് ഇതിപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് എടുത്ത് വന്നതാണ് എൻ്റെ റേറ്റ് എന്താണെന്നുള്ളത്. ഇത്രയും ബെസ്റ്റായിട്ടുള്ള ഈ വേറൊരു സ്ഥലത്തൊരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടില്ല. കാരണം ഞാനന്ന് ജസ്റ്റ് ഒന്ന് ലുലുവിൽ പോയിട്ട് ഞാൻ നോക്കിയിരുന്നു, വേറെ 2-3 സ്ഥലത്തും കൂടി ഞാൻ റേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട സെയിം സാധനത്തിൻ്റെ റേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണെന്ന് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ
ബൈ. ഗുഡ് നൈറ്റ്.